തട്ടിപ്പിനിരയായ വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് ലാലി പി എം. മക്കളായ ലക്ഷ്മിക്കും അനാർക്കലി മരിക്കാരനുമൊപ്പം ദാദർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് നടന്നത്. മുംബൈയിലെ ദാദറിലെ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് തട്ടിപ്പിനിരയായ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നടി അനാർക്കലി മരിക്കാരുടെ അമ്മയും അഭിനേത്രിയുമായ ലാലി പി എം രംഗത്തെത്തിയിരുന്നു. മക്കളായ ലക്ഷ്മിക്കും അനാർക്കലിക്കുമൊപ്പം ദാദർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ലാലി ഒരു ഓട്ടോയിൽ കയറിയ ശേഷം നടന്ന കാര്യങ്ങളാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വിവരിച്ചത്. തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലാക്കാൻ തന്നെ ഏറെ സമയമെടുത്തുവെന്ന് ലാലി വ്യക്തമാക്കുന്നു. ഞാനൊരു അനുഭവം പങ്കിടുന്നത് എന്നോട് പാവം തോന്നി എനിക്ക് നഷ്ടപ്പെട്ട രൂപ മഹാരാഷ്ട്ര സർക്കാർ മുൻകൈയെടുത്ത് തിരിച്ചു തരും എന്ന് ഓർത്തിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് പറ്റിയ പോലുള്ള കബളിപ്പിക്കൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കരുതലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് യാത്രയെ ഇഷ്ടപ്പെടുന്ന കേരളീയർ ഏറ്റെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നീട് ഗൂഗിൾ ചെയ്യുമ്പോഴാണ് എന്റേതുമാതിരിയുള്ള നിരവധി സംഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നറിയുന്നത്. ദാദർ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ആദ്യം കണ്ട ആളോട് പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഊബറിൽ 289 രൂപയാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇവർ 300 രൂപ പറഞ്ഞപ്പോൾ വെറും 13 രൂപയുടെ കാര്യമല്ലേ എന്ന് ഓർത്ത് ഞാൻ തന്നെയാണ് അവരുടെ ഓട്ടോയിൽ പോകാമെന്ന് നിർദ്ദേശിച്ചത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. തങ്ങളെ സമീപിച്ച മനുഷ്യൻ ആദ്യം കിടക്കുന്ന ഓട്ടോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓട്ടോയിൽ കയറി ഇരുന്നയുടൻ അതിലിരുന്ന ഓട്ടോക്കാരൻ 200 രൂപയുടെ 7 നോട്ടുകൾ നീട്ടി 3 500 നോട്ടുകൾ തരുമോ എന്ന് ചോദിച്ചു. ബാക്കി 100 ഓട്ടോ ചാർജിൽ കുറയ്ക്കാനും പറഞ്ഞു. അസ്വാഭാവികമായി തോന്നിയെങ്കിലും ATM-ൽ ഇടാനാണെന്ന് കൂടി പറഞ്ഞതോടെ അയാളെ വിശ്വസിച്ചു. അപ്പോഴും കള്ളനോട്ട് എങ്ങാണമാണോ എന്ന് പരിശോധിക്കണമെന്ന് മകൾ അനാർക്കലി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഓട്ടോയിൽ ഒരു നീല വെളിച്ചം തെളിഞ്ഞു. മാല പോലെ നിറഞ്ഞു നിൽക്കുന്ന നീല ബൾബുകളിൽ നിന്നുള്ള വെളിച്ചത്തിനിടയിൽ നോട്ട് തിരിച്ചു മറിച്ചു നോക്കുന്നതിനിടെയായിരുന്നു താനെന്ന് ലാലി കുറിപ്പിൽ പറയുന്നു. അന്നക്കിളിയാണ് ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുത്തത്. അപ്പോൾ തന്നെ അത് 100-ന്റെ നോട്ടാണെന്ന് പറഞ്ഞ് അയാൾ അത് തിരികെ തന്നു. പെട്ടെന്ന് മകൾ ഒന്ന് ഞെട്ടിയെങ്കിലും അവൾക്ക് മാറിപ്പോയതാണെന്ന് കരുതി മാപ്പ് പറഞ്ഞു. വേറെ പൈസയില്ലെന്ന് പറയുകയും ചെയ്തു. പിന്നാലെ നീല വെളിച്ചം ഓഫാക്കാൻ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞപ്പോൾ ഇനി ഓട്ടം പോകുന്നില്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് അയാൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആദ്യം ആ ഓട്ടോയിലേക്ക് നയിച്ചയാൾ വേറെ വണ്ടി കാണിച്ച് തരാമെന്ന് പറഞ്ഞ് 300 രൂപയ്ക്ക് മറ്റൊരു കാറിൽ കയറ്റിവിട്ടു. യാത്രക്കിടയിൽ പെട്ടെന്നൊരു കൺകെട്ടിൽ നിന്നും ഉണർന്നതുപോലെയാണ് തോന്നിയതെന്ന് ലാലി വിശദീകരിച്ചു. 500-ന്റെ നോട്ടുകളായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് അനക്കിളി ഉറപ്പിച്ച് പറയുന്നുണ്ടെന്നും ലാലി പറയുന്നു. പിന്നീട് സ്കാം ഇൻ ദാദർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ട വിവരങ്ങൾ ഞെട്ടിച്ചെന്നും അവർ കുറിച്ചിട്ടുണ്ട്. മുഖമടച്ച് വീഴുന്ന ഇരയും കാത്ത് അവിടെ അവരുണ്ടെന്ന് മുന്നറിയിപ്പും നടി തരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.